സോ നമ്മളുടെ 4.10 അതാണ് ക്വസ്റ്റ്യൻ. എ കോൺ ഓഫ് ബേസ് 40 mm diameter and axis 70 mm long has one of its generators on the HP. A plane containing that generator and the axis is perpendicular to HP and inclined at 45 degree to VP. Draw its projections when the base is nearer to VP than the vertex. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണക്ക് തന്നെ കോൺ ഓഫ് ബേസ് 40 mm diameter and axis 70 mm long has one of its generator on HP. അതായത് കോണിൻ്റെ ലാറ്ററൽ എഡ്ജസിന് പറയുന്ന പേരാണ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് എച്ച് പിയിലാകത്തക്ക രീതിയിൽ കോണിനെ റെസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നാണ് ക്വസ്റ്റിനകത്ത് പറയുന്നത്. അതായത് ജനറേറ്റേഴ്സ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യണം എങ്കിൽ കോൺ ചെരിച്ചിടണം. അതാണ് ക്വസ്റ്റിനകത്ത് ഉദ്ദേശിക്കുന്നത്. സോ കോൺ എച്ച് പിയിൽ ചെരിച്ചിടണമെങ്കിൽ നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ മതി, കോണിനെ എച്ച് പിയിൽ സിമ്പിൾ പൊസിഷനിൽ വെക്കണം. അതായത് ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്നുള്ള രീതിയിൽ വെക്കണം. അതായത് കോണിനെ ഇവിടെ നേരെ വെക്കുക. അതിനുശേഷം ഇത് സോൾഡ് എച്ച് പിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കുക, അതിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. സോളിഡിൻ്റെ ഡയമീറ്റർ 40 mm ആണ്. സോ നിങ്ങൾ കോമ്പസിൽ 20 mm എടുത്ത് ഇത് വരയ്ക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിനെ 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ സർക്കിൾ വരയ്ക്കുക. ആദ്യം ഒരു ക്രോസ് പോലെ ലൈൻ ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 45 ഡിഗ്രി ഇവിടുന്ന് 45 ഡിഗ്രി വീതം ഇൻക്ലിനേഷൻ എടുത്തിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതിനുശേഷം നെയിം ചെയ്യുക, ABCDEFGH വരെ നെയിം ചെയ്യുക. അതിനുശേഷം അതിനെ നേരെ മോളോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, അതായത് XY ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റിനകത്ത് ഹൈറ്റ് ഓഫ് ദി സോൾഡ് തന്നിട്ടുണ്ട്. ആ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റിൽ ആദ്യം ഇവിടം തൊട്ട് ഇവിടം വരെ അതിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുക. അതിനുശേഷം O' അപ്പെക്സ് ഓഫ് ദി സോളിഡ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്ത ഓരോ പോയിന്റിലേക്കും ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജസ് വരച്ച് അത് കംപ്ലീറ്റ് ചെയ്യുക. നെയിം ചെയ്യുന്ന രീതി ഇത് A ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ A' ആണ്. B ആൻഡ് Hൽ നിന്നുള്ള പ്രൊജക്ഷൻ ഈ ഒരു പോയിന്റിൽ തന്നെ വരും. അതുകൊണ്ട് നമ്മൾ ഒബ്സർവർ ഇവിടെ നിന്ന് മുകളിലോട്ടാണ് നോക്കുന്നത്. കാര്യം എന്താണ്, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പ്രൊജക്റ്റ് ചെയ്തത്. സോ ഒബ്സർവർ താഴെ നിന്ന് മുകളിലോട്ടാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അയാൾക്ക് ആദ്യം B ആണ് കാണുന്നത്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് H. സോ B' ബ്രാക്കറ്റിൽ H'. അതുപോലെ ഇവിടെ ആകുമ്പോഴോ C' ബ്രാക്കറ്റിൽ G', ഇവിടെ D' ബ്രാക്കറ്റിൽ F'. പിന്നെ ഈ എൻഡിൽ E മാത്രമേ ഉള്ളൂ, അത് കാരണം E'. സോ നമ്മളുടെ ഒന്നാമത്തെ കണ്ടീഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, ഈ സോളിഡ് അതിൻ്റെ ജനറേറ്ററിൽ റെസ്റ്റ് ചെയ്യണം. സോ നമ്മൾ ഇപ്പോൾ വരച്ചിരിക്കുന്നതിനകത്ത് OE എന്ന് പറയുന്ന ജനറേറ്ററാണ് നമ്മളുടെ വലതുവശത്തുള്ളത്. എക്സാക്ട്ലി നമ്മളുടെ വലതുവശത്തുള്ളത്. നമ്മൾ ഈ സോളിഡിൻ്റെ പ്രോബ്ലത്തിനകത്തൊക്കെ നമ്മൾ യൂഷ്വലി വലതുവശത്തേക്കാണ് ടിൽറ്റ് ചെയ്ത് വരയ്ക്കുക. സോ നമ്മളുടെ OE ആണ് വലതുവശത്ത്. OE എന്ന് പറയുന്ന ജനറേറ്ററിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് O', E'. സോ ജനറേറ്റർ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്ത രീതിയിൽ സോളിഡ് വരയ്ക്കണമെങ്കിൽ നമ്മൾ O' ആൻഡ് E' എന്ന് പറയുന്ന ഈ ഒരു ജനറേറ്ററിനെ XY ലൈനിൽ കാണിക്കുക. അതിനുവേണ്ടി ഈ സോളിഡിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ആ പോയിൻ്റ് നമ്മളുടെ E' ആണെന്ന് അസ്യൂം ചെയ്യുക. അതിനുശേഷം E' ടു O' എന്നുള്ള ഡിസ്റ്റൻസ് കോമ്പസിലോ സ്കെയിലിലോ എടുത്തതിന് ശേഷം ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. സോ നമ്മൾ സോളിഡിനെ ടിൽറ്റ് ചെയ്ത രീതിയിൽ വരച്ചിരിക്കുകയാണ്. ആദ്യം നമ്മൾ E' എന്ന് പറയുന്ന പോയിൻ്റ് ഇങ്ങോട്ട് മാറി ഒന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം കോമ്പസിൽ E' തൊട്ട് O' വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. ഈ E' നിന്നും ആ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. സോ E' ആൻഡ് O' എന്ന് പറയുന്ന ജനറേറ്റർ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വരച്ചു. അതിനുശേഷം നമുക്ക് കിട്ടേണ്ടത് A' എന്ന് പറയുന്ന പോയിൻ്റാണ്. അതിനുവേണ്ടി നമ്മൾ കോമ്പസ് എടുത്ത് O' ടു A' ആ ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. ഈ O' കുത്തി ഒരു ആർക്ക് കട്ട് ചെയ്യുക. സോ നമുക്ക് ഇതേണ്ട ഈ ഒരു ആർക്ക് കിട്ടും. അതുപോലെ തന്നെ E' ടു A' ഈ ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തിട്ട് E' കുത്തി രണ്ടാമതൊരു ആർക്ക് കട്ട് ചെയ്യുക. ആ രണ്ട് ആർക്കും കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ അതാണ് നമ്മളുടെ A'. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് ഈ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഈ കോണിൻ്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം E' ടു
ഡി ഡാഷ് എഫ് ഡാഷ് ഡിസ്റ്റൻസ് എത്രയാണ് അത് നമ്മൾ മെഷർ ചെയ്ത് അത് ഇവിടം തൊട്ട് ഇങ്ങോട്ട് കാണിക്കുക. അതിനുശേഷം ഇ ഡാഷ് ടു സി ഡാഷ് ജി ഡാഷ് എന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് അത് ഇവിടെ കാണിക്കുക. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് ഇവിടം തൊട്ട് ഇവിടം വരെ ആ ഡിസ്റ്റൻസ് കാണിക്കുക. സോ നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്തിട്ട് മാത്രമേ എ ഡാഷ് എന്നുള്ളൊരു പോയിന്റ് കിട്ടാവൂ. അങ്ങനെ എടുക്കാവൂ. അല്ലാതെ ഇത് റൈറ്റ് ആംഗിൾ ആണ് എന്നുള്ള രീതിയിൽ എടുക്കരുത് ഒരിക്കലും. നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് മാത്രമേ ഈ രണ്ട് ആർക്ക് കട്ട് ചെയ്യാവൂ. ആർക്ക് കട്ട് ചെയ്തതിന് ശേഷം അതിനെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മളുടെ എ ഡാഷ്. സോ നമ്മളുടെ ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനിയും ഈ ഓരോ പോയിൻറ്റ്സിൽ നിന്നും താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നമ്മളുടെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് കാണാം ഓരോ പോയിൻറ്റ്സിൽ നിന്നും താഴോട്ട് പ്രൊജക്ഷൻ ലൈൻസ് ഞാൻ വരച്ചിരിക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ ഇനിയും നമ്മളുടെ ടോപ്പ് വ്യൂ, ബേസ് സർക്കിളിൻ്റെ ടോപ്പ് വ്യൂവിൽ നിന്നും വലതുവശത്തേക്ക് എല്ലാ പോയിൻറ്റ്സിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കണം. സോ ആ പ്രൊജക്ഷൻ ലൈൻസും നമ്മളിവിടെ വരച്ചു. ഈ വരയ്ക്കുന്ന പ്രൊജക്ഷൻ ലൈൻസ് വളരെ ലൈറ്റ് ആയിരിക്കണം. നമുക്കത് മറ്റേ പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ ജിയിൽ നിന്നുള്ള പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കണം. എച്ച് ആൻഡ് എഫിൽ നിന്നുള്ള പ്രൊജക്ഷൻ ലൈൻസ് ഇവിടെ വരച്ചിട്ടുണ്ട്, ലൈറ്റാണ്. ഈ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുക, ഇത് വരയ്ക്കുക, ഇത് വരയ്ക്കുക. അങ്ങനെ എല്ലാ പോയിൻറ്റ്സിൽ നിന്നുള്ള പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുക. ഇനി പ്രൊജക്ഷൻ ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുക. അതായത് ഇവിടുത്തെ ജിയുടെ പ്രൊജക്ഷൻ ലൈനും കറസ്പോണ്ടിങ് ഈ ഫിഗറിലെ ജി ഡാഷിൻ്റെ പ്രൊജക്ഷൻ ലൈനും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ അതാണ് നമ്മളുടെ പുതിയ ജി. അതുപോലെ ഇവിടുന്ന് എച്ചിൻ്റെ പ്രൊജക്ഷൻ ലൈനും ഈ ഫിഗറിലെ എച്ച് ഡാഷിൻ്റെ പ്രൊജക്ഷൻ ലൈനും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ അതാണ് നമ്മളുടെ പുതിയ എച്ച്. കാരണം ഇത് ടോപ്പ് വ്യൂ ആയതുകൊണ്ടാണ് നമ്മൾ എച്ച് എന്ന രീതിയിൽ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്താണോ നെയിം ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഇപ്രയും ചെയ്യുക. കാരണം ഇതും ടോപ്പ് വ്യൂ ആണ്, ഇതും ടോപ്പ് വ്യൂ ആണ്. അങ്ങനെ ഓരോ പോയിൻറ്റ്സിൽ നിന്നും വരയ്ക്കുന്ന പ്രൊജക്ഷൻ ലൈനും കറസ്പോണ്ടിങ് ആ പോയിൻറ്റ്സിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് വരുന്ന പ്രൊജക്ഷൻ ലൈനും മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് എടുക്കുക, അതിനെ നെയിം ചെയ്യുക. സോ നമുക്ക് ആ പോയിൻറ്റ്സ് എല്ലാം കിട്ടി. പോയിൻറ്റ്സ് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ആ പോയിൻറ്റ്സിനെ എല്ലാം കൂടി ജോയിൻ ചെയ്ത് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആക്കുക. ഇത് നമ്മൾ വരയ്ക്കുന്നത് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുക. അതായത് കോമ്പസ് ഉപയോഗിച്ചൊന്നും അല്ല, നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഇത് വരയ്ക്കുക. ഓക്കെ, അങ്ങനെ ഈ എലിപ്സ് കംപ്ലീറ്റ് ചെയ്യുക. കണ്ടോ, മോളിൽ നിന്ന് നെയിം ചെയ്തു, നമ്മൾ ഈ എലിപ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിനുശേഷം ഈ പോയിൻറ്റ്സിൽ നിന്നെല്ലാം നമ്മളുടെ ഓ ഡാഷ് അല്ലെങ്കിൽ ഓ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ലൈൻസ് വരയ്ക്കുക. ആ ലൈൻസ് വരയ്ക്കുമ്പോൾ നമ്മളുടെ എന്താണ് വിസിബിലിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. സറൗണ്ടിങ് എഡ്ജസ് എല്ലാം ആദ്യം വിസിബിൾ ആക്കുക. അതുപോലെ ഈ കേസിലും നമ്മളത് വരച്ചു. കോണിൻ്റെ കേസിൽ വിസിബിലിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, എന്നാലും നമുക്ക് എളുപ്പമെന്ന് പറയാം. ടോപ്പിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒബ്സർവറിൻ്റെ ഏറ്റവും അടുത്തുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് എ ഡാഷ് ആണ്. അതായത് എ ഡാഷ് ആണ്. സോ എയിൽ നിന്നുള്ള പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നോക്കി അറിയാം. എ എച്ച് എ ബി അതെല്ലാം വിസിബിളാണ്. അതുപോലെ തന്നെ എ ഒയും ഉണ്ട്, എ ഒ. സോ നമ്മൾ എ ഒ വിസിബിളാക്കി. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമ്മൾ വിസിബിളാക്കുക. നിങ്ങൾ വിസിബിലിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് തന്നെ വേണം ചെയ്യാൻ. ഇതിനകത്തൂടെ എല്ലാം ഉള്ളത് ഇൻവിസിബിളാണ്. സോ ഡോട്ടഡ് ലൈൻ. ആക്ച്വലി ഇവിടെ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിൽ ഒരു സർഫസ് ഉണ്ട്. ആ സർഫസ് കാരണം നമുക്ക് ഏറ്റവും അടിയിലുള്ള സർഫസിലെ എ എഫ് ഡി എന്ന് പറയുന്ന എഡ്ജസ് ഒന്നും അല്ലെങ്കിൽ ആ ജനറേറ്റേഴ്സൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതായത് എയിൽ നിന്ന് വരുന്ന ലൈനും എഫിൽ നിന്ന് വരുന്ന ലൈന് ഡിയിൽ നിന്ന് വരുന്നതൊന്നും നമുക്ക് വിസിബിൾ അല്ല. സോ അത് നമ്മൾ ഡോട്ടഡ് ലൈനായിട്ട് കാണിക്കുക. അത് കാണിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കോണിൻ്റെ കേസിൽ ഡോട്ടഡ് ലൈൻസ് ഒന്നും കാണിച്ചിട്ടില്ലെങ്കിലും മാർക്കൊന്നും പോവില്ല. സോ ഇതായിരുന്നു നമ്മളുടെ ഫിഗർ. ഇനിയിപ്പം നമ്മളുടെ
ക്വസ്റ്റിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഹാഫിലേക്ക് പോകാം. അടുത്തത് ക്വസ്റ്റിനകത്ത് പറയുന്നത് ആക്സിസ് ഓഫ് ദ സോൾഡ് ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി വിത്ത് വി പി എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഇത്രയും വരച്ചു. ഇനി സോളിഡിൻ്റെ ആക്സിസ് വി പിക്ക് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് എന്നാണ് പറയുന്നത്. സോ അതിനുവേണ്ടി നമ്മളുടെ എക്സ് ലൈൻ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം ആക്സിസ് 45 ഡിഗ്രിയിൽ വരയ്ക്കുക. ഞാൻ ഈ പോർഷനിൽ പുതിയൊരു കോൺസെപ്റ്റ് പറയുകയാണ്, ഒന്ന് ശ്രദ്ധിച്ചോളുക. ക്വസ്റ്റിനകത്ത് പറയുന്നത് ദി ആക്സിസ് ഓഫ് ദ സോളിഡ് ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി വിത്ത് വി പി എന്നാണ് പറയുന്നത്. അതായത് സോളിഡിൻ്റെ ആക്സിസ് ആണ്, ഇതാണ് ആക്സിസ്, സോളിഡിൻ്റെ ആക്സിസ്. ആക്ച്വലി ആക്സിസിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ സോളിഡ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. 70 മില്ലിമീറ്റർ എന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ 70 മില്ലിമീറ്റർ ലെങ്ത് ഉള്ള ആക്സിസ് ആണ് എക്സ് വൈ ലൈനായിട്ട് 45 ഡിഗ്രി അല്ലെങ്കിൽ വി പി ആയിട്ട് 45 ഡിഗ്രി ഇരിക്കേണ്ടത്. പക്ഷേ നമ്മൾ ഈ ഒരു ഫിഗറിൻ്റെ ടോപ്പ് വ്യൂ വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ് ആക്സിസ്. ഇതാണ് നമ്മൾ ഈ സോളിഡിനെ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആക്സിസ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. സോ അതിൻ്റെ ടോപ്പ് വ്യൂ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ആക്സിസിൻ്റെ ഈ എൻഡിനെ ഇവിടം വരെ പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, അതുപോലെ ഈ എൻഡിനെ പ്രൊജക്റ്റ് ചെയ്ത് ഇവിടം വരെ ഒരു പോയിന്റ് കിട്ടി. സോ ഈ ലെങ്ത് എന്ന് പറയുന്നത് 70 ഇല്ല, 6.8 അല്ലെങ്കിൽ 6.7 അല്ലെങ്കിൽ 68 ഒക്കെയാണ് മില്ലിമീറ്റർ. സോ പക്ഷേ ക്വസ്റ്റിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത് 70 മില്ലിമീറ്റർ ലെങ്ത് ഉള്ള സോളിഡിൻ്റെ ആക്സിസ് ആണ് നമുക്ക് 45 ഡിഗ്രിയിൽ ടിൽറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളുടെ ഈ ഫിഗറിനെ നമ്മൾ ടിൽറ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇപ്പം കിട്ടിയ ആക്സിസിൻ്റെ ലെങ്തിന് 70 മില്ലിമീറ്റർ ഇല്ല. സോ നമ്മൾ അതിനുവേണ്ടി പുതിയൊരു കോൺസെപ്റ്റിലേക്ക് വരികയാണ്, അപ്പേരൻറ്റ് ആക്സിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ ഏതൊക്കെ കേസിലാണ് നിങ്ങൾക്ക് അപ്പേരൻ്റ് ആക്സിസ് എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ അപ്പേരൻ്റ് ആംഗിൾ, അപ്പേരൻ്റ് ലെങ്ത് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത് എന്ന് വെച്ചാൽ ടിൽറ്റ് ചെയ്യേണ്ട പോർഷൻ, ഇപ്പോൾ ഇതിനെയാണ് ടിൽറ്റ് ചെയ്യാൻ പോകുന്നത്, ടിൽറ്റ് ചെയ്യേണ്ട പോർഷൻ്റെ ലെങ്തും, അതായത് ഈ ഒരു സോളിഡിൻ്റെ ആക്സിസിൻ്റെ ലെങ്തും നമ്മളുടെ ഒറിജിനൽ ഫിഗറിലെ ആക്സിസിൻ്റെ ലെങ്തും സെയിം ആണെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് അങ്ങ് വരയ്ക്കാം. റെഗുലറായിട്ട് ഈ ഫിഗറിനെ ഇങ്ങോട്ട് 45 ഡിഗ്രി എടുത്ത് വരച്ചാൽ മതി. നേരെ മറിച്ച് ക്വസ്റ്റിനകത്ത് പറയുകയാണ് ദ ആക്സിസ് ഓഫ് ദ സോളിഡ് ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി വിത്ത് എച്ച് പി എന്ന് പറയുകയാണ്. സോ നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത് ഈ സോളിഡിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഫിഗറിനെയാണ് 45 ഡിഗ്രി ടിൽറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ഫിഗറിൻ്റെ ആക്സിസ് 45 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സോളിഡിൻ്റെ ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ആക്സിസിൻ്റെ ലെങ്തിൽ നിന്നും വ്യത്യാസമാണ്. കാരണം ഇത് അപ്പാരൻ്റ് ലെങ്ത് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എക്സ് വൈ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 45 ഡിഗ്രിയിൽ ഒറിജിനൽ ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 70 മില്ലിമീറ്റർ ആണ്. 45 ഡിഗ്രിയിൽ ഇങ്ങോട്ട് മാറ്റി വരച്ചാൽ മതി. ഒറിജിനൽ ലെങ്ത് ഓഫ് ദി ആക്സിസ് എത്രയാണ്? 45 മില്ലിമീറ്റർ. സോ 45 മില്ലിമീറ്റർ നമ്മൾ അവിടെ അങ്ങ് വരച്ചു. 45 മില്ലിമീറ്റർ 45 ഡിഗ്രിയിൽ 70 മില്ലിമീറ്റർ ലെങ്തിൽ നമ്മൾ ഒറിജിനൽ ആക്സിസിൻ്റെ ലെങ്ത് വരച്ചു. അതിനുശേഷം നമ്മൾ അതിൻ്റെ എൻഡിൽ എക്സ് വൈ ലൈനിന് പാരലായിട്ടൊരു ലൈൻ അങ്ങ് വരച്ചു. അതിനുശേഷം കോമ്പസ് എടുക്കുക. നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ അല്ലെങ്കിൽ ടിൽറ്റ് ചെയ്യാൻ പോകുന്ന ആ സോളിഡിൻ്റെ ആക്സിസിൻ്റെ ലെങ്ത് എടുക്കുക. വലിയ ഡിഫറൻസ് ഒന്നും കാണത്തില്ല. ആ ലെങ്ത് എടുത്തതിന് ശേഷം നമ്മൾ മുമ്പേ കുത്തിയ അതേ പോയിന്റിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ വരച്ച ആ ലൈനിലേക്ക്, ഈ ലൈനിൻ്റെ എൻഡിലേക്ക് ആ ലെങ്ത് മാർക്ക് ചെയ്യുക. സോ നമുക്ക് പുതിയൊരു ലൈൻ കിട്ടി. ഇതാണ് നമുക്ക് വേണ്ട ഇൻക്ലിനേഷൻ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ അല്ല ഇത് വരയ്ക്കേണ്ടത്. നമ്മൾ അപ്പേരൻ്റ് ആംഗിൾ എടുത്തിട്ട് വേണം നമുക്ക് വരയ്ക്കാൻ. ആ അപ്പേരൻ്റ് ആംഗിൾ എടുക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പേരൻ്റ് ആംഗിൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ ക്വസ്റ്റിനകത്ത്
ആക്സിസ് ഓഫ് ദ സോളിഡ് ആണെങ്കിൽ ആക്സിസ് അതെടുക്കുക, അത് 45 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം പ്രൊട്രാക്ടർ എടുക്കുക, 45 ഡിഗ്രി എടുത്തതിന് ശേഷം ട്രൂ ലെങ്ത് ഓഫ് ദി ആക്സിസിൻ്റെ ട്രൂ ലെങ്ത് അവിടെ മാർക്ക് ചെയ്യുക. ട്രൂ ലെങ്ത് ഓഫ് ദി ആക്സിസ് 45 അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ എൻഡിൽ കൂടെ ഈ ലൈനിന് നമ്മൾ ആദ്യം വരച്ച ലൈനിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മളുടെ അപ്പയറൻറ്റ് ലെങ്ത് ഓഫ് ദി ആക്സിസ് ഇത് കോമ്പസിലെടുത്തതിന് ശേഷം ഇവിടെ കുത്തി നമ്മൾ ഒരു ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇതാണ് നമുക്ക് ഇനി ടിൽറ്റ് ചെയ്യാൻ പോകുന്ന ആംഗിൾ അതാണ്. സോ നമ്മൾ ആ ആംഗിൾ എടുക്കുക 49. ഇപ്പോൾ എത്രയായിരിക്കും നമുക്ക് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഏകദേശം ഒരു ആംഗിൾ. സോ ആ ആംഗിളിൽ വേണം നമ്മൾ വരയ്ക്കാൻ. സോ ആദ്യം വരച്ച ലൈൻ ഞാൻ മായ്ച്ച് കളയുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. സോ രണ്ടാമത്തെ അപ്പയറൻ്റ് ആംഗിളിലാണ് ഞാൻ ഇനി വരയ്ക്കുന്നത്. അപ്പയറൻ്റ് ആംഗിളിൽ ഒരു ലൈനുണ്ട്, ആ ലൈനിനെ ഇനി അങ്ങ് നീട്ടി വരച്ചേക്കാം. ഓക്കെ, ആ ലൈൻ അതായത് 45 ഡിഗ്രി ടിൽറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ അപ്പയറൻ്റ് ആംഗിൾ കണ്ടുപിടിച്ചതിന് ശേഷം ആ ലെങ്തിലാണ് ഞാനിപ്പോൾ സോളിഡിൻ്റെ ലൈൻ വരച്ചിരിക്കുന്നത്. അതവിടെ വരച്ചു. അതിനുശേഷം ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റിനെ ഇതിൻ്റെ ഈ പറയുന്ന ഇ എന്ന് പറയുന്ന പോയിൻ്റായിട്ട് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പോയിൻ്റായിട്ട് അതിനെ അസ്യൂം ചെയ്യുക. സോ ഇറ്റ് ഈസ് ഇ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് കോമ്പസിൽ എടുക്കുക, അല്ലെങ്കിൽ സ്കെയിലിൽ എടുക്കുക. 1.2 മില്ലിമീറ്റർ, അല്ലെങ്കിൽ കോമ്പസ് ആണെങ്കിൽ ഇച്ചിരി എളുപ്പമായിരിക്കും. ആ ലെങ്ത് കിട്ടി. ഇതെന്ന് പറയുന്നത് എ. ഇനി നമുക്ക് വേണ്ടത് എഫ് ആൻഡ് ഡി ആണ്. അതിനുവേണ്ടി ഇ തൊട്ട് എഫ് ആൻഡ് ഡിയിലൂടെ പോകുന്ന ഒരു പ്രൊജക്ഷൻ ലൈൻ ഉണ്ട്. ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് കാണുക. ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കാണുക. ഏകദേശം ഇവിടെയാണ്. നിങ്ങൾ സ്കെയിൽ വെച്ച് തന്നെ മെഷർ ചെയ്യുക. അതിനുശേഷം ഈ പോയിന്റ് തൊട്ട് എഫ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഒന്നെങ്കിൽ ഇവിടെ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക, ഒരു പെർപെൻഡിക്കുലർ ലൈൻ ലൈറ്റായിട്ട് അങ്ങ് വരയ്ക്കുക. അതിനുശേഷം കോമ്പസ് എടുത്ത് ഈ പോയിന്റ് തൊട്ട് ഈ ഡി വരെയുള്ള ഡിസ്റ്റൻസ്, ഡി വരെയുള്ളതും എഫ് വരെയുള്ളതും സെയിം തന്നെയാണ്. സോ ആ പോയിന്റിൽ കുത്തി ഡി വരെയും എഫ് വരെയും മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിനെ നെയിം ചെയ്യുക. ഇത് എഫ് ആണ്, ഇത് ഡി ആണ്. അതിനുശേഷം ഇനിയും വേണ്ടത് ജി ആൻഡ് സി ആണ്. സോ ഈ പോയിന്റ് തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ അല്ലെങ്കിൽ കോമ്പസിലോ സ്കെയിലിലോ എങ്ങനെ വേണമെങ്കിലും എടുക്കുക. സോ അവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഓക്കെ, പെർപെൻഡിക്കുലർ ലൈൻ ഞാൻ വരച്ചു. അതിനുശേഷം കോമ്പസിൽ ഈ പോയിന്റ് തൊട്ട് സി വരെ ഉള്ള ഡിസ്റ്റൻസ് എടുത്തു. ആ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തു. അത് നെയിം ചെയ്യുക. ദിസ് ഈസ് ജി, ഇത് സി. അതിനുശേഷം വീണ്ടും ഈ പോയിന്റ് തൊട്ട് എച്ച് ആൻഡ് ബിയിലൂടെ പാസ് ചെയ്യുന്ന പ്രൊജക്ഷൻ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അതിവിടെ മാർക്ക് ചെയ്യുക. അവിടെയും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഹൊറിസോണ്ടൽ ലൈൻ മീൻസ് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. സോ ഈ ഡിസ്റ്റൻസ് അവിടെ മാർക്ക് ചെയ്യുക. ദിസ് ഈസ് എച്ച് ആൻഡ് ദിസ് ഈസ് ബി. സോ നമുക്ക് എല്ലാ ലൈനും കിട്ടി, എല്ലാ പോയിൻറ്റ്സും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഇതിനെ അങ്ങ് ജോയിൻ ചെയ്ത് ഈ ഫിഗർ എങ്ങനെ ഇരിക്കുന്നോ അതിനെ ചെരിച്ചങ്ങ് വരച്ചാൽ മതി. നമ്മൾ ആ എലിപ്സ് അങ്ങ് വരയ്ക്കുകയാണ്. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക എലിപ്സ്. നിങ്ങൾ ഡയമെൻഷൻ എടുത്ത് വരയ്ക്കുമ്പോൾ അല്പം കൂടെ നീറ്റായിട്ട് കിട്ടുന്നതാണ് ഇത്. സോ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം ഇവിടെ ഏതൊക്കെ ലൈൻസ് ആണോ വിസിബിൾ, ഇവിടെ ഏതൊക്കെ ലൈനാണോ വിസിബിൾ ആ ലൈൻസൊക്കെ ഇവിടെയും വിസിബിൾ ആക്കി കാണിക്കുക. ഇനിയും ഈ തൊട്ട് ഓ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക.
അത് നമ്മൾ എടുത്തതിന് ശേഷം മാർക്ക് ചെയ്തു. ഇനിയും എല്ലാ പോയിന്റ്സിൽ നിന്നും അതിലേക്ക് ലൈൻസ് നീട്ടി വരയ്ക്കുക. സോ നീട്ടി വരച്ചതിന് ശേഷം നമ്മൾ വരച്ചു, എച്ചിൽ നിന്ന് ലൈൻ വരച്ചു, പിയിൽ നിന്ന് ലൈൻ വരച്ചു, ഇവിടെ എല്ലാം ഡോട്ടഡ് ലൈൻസ് ഉള്ളിടത്തെല്ലാം ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുക. സോ നമ്മളുടെ അഞ്ചാമത്തെ ഫിഗർ കിട്ടി. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും കൂടെ നിങ്ങൾ വരയ്ക്കണം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ എളുപ്പമാണ്. എല്ലാ പോയിൻറ്റ്സിൽ നിന്നും മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. കറസ്പോണ്ടിങ് ഈ ഫിഗറിൽ നിന്ന് എല്ലാ പോയിൻറ്റ്സിനെയും റൈറ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. സോ അതെല്ലാം മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് നമുക്ക് ഒരു ഫൈനൽ ഫിഗർ കിട്ടും. ഓക്കെ.